തിരുവചനം തിരുവചനം. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, കർത്താവ് നമുക്ക് നൽകുന്ന ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ കൃപയ്ക്ക് കാരണമാകേണ്ട ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. ദൈവത്തിൻ്റെ ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ അഭിഷേകവും ശക്തിയും പകരണം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി, എന്ത് ഫലമാണോ ഈ വചനം ഉണ്ടാക്കേണ്ടത്, ആ ഫലം എൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ നിറവേറാനായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഈ വചന ശുശ്രൂഷയുടെ ഈ സമയത്തെ മുഴുവൻ കാഴ്ചവെക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് ഒരുപാട് ആളുകൾ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അച്ഛാ, ഈ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് എന്തെങ്കിലും കാര്യം വചനാധിഷ്ഠിതമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, വലിയൊരു ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ കൾച്ചർ, ഇപ്പോഴത്തെ സംസ്കാരം ഒരു പ്രത്യേക രീതിയിലാണ് കുഞ്ഞുങ്ങളെ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും അച്ഛൻ അതിനെക്കുറിച്ച് സംസാരിക്കാവോ എന്ന് ആവശ്യമുണ്ട്. ഞാൻ കർത്താവിൻ്റെ വചനം എടുക്കുകയാണ്. എഫേസോസ് പുസ്തകം 6-ാമത്തെ അധ്യായം ഇങ്ങനെ പറയുന്നു: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. എങ്ങനെയാണ് മക്കളെ, സഹോദരങ്ങളെ ഒക്കെ വളർത്തേണ്ടത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ്? നിങ്ങൾ അവരിൽ കോപം ഉളവാക്കരുത്, മറിച്ച് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. അപ്പോൾ നമുക്ക് ഏതാനും കാര്യങ്ങൾ കർത്താവിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നതിനനുസരിച്ച് ഏതാനും കാര്യങ്ങൾ എങ്ങനെയാണ് കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ, കുഞ്ഞുങ്ങളെ എന്നുള്ള പദം മാത്രമായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ആരെ വളർത്തുകയാണെങ്കിലും മുതിർന്നവർ പ്രത്യേകമായി കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം പാലിക്കേണ്ട ഏതാനും കാര്യങ്ങൾ കർത്താവിൻ്റെ ശൈലി അനുസരിച്ച് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുക. ആദ്യത്തെ കാര്യം, കർത്താവിൻ്റെ ശിക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സ്വയം വിശുദ്ധീകരിക്കുകയും സ്വയം മാതൃകയാകുകയും വേണം. കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ആദ്യം മാതാപിതാക്കൾ, മുതിർന്നവർ, അല്ലെങ്കിൽ അധികാരസ്ഥാനത്തിരിക്കുന്ന സഹോദരങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം സ്വയം വിശുദ്ധീകരണമാണ്. എൻ്റെ ഒരു വികാരിച്ചൻ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ അനുഭവം എപ്പോഴും പറയാറുണ്ടായിരുന്നു. അച്ഛൻ്റെ ഇടവകയിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബം എല്ലാവരും ഒരുമിച്ച്, അപ്പനും അമ്മയും 3 മക്കളാണ്. 3 മക്കളും ഒരുമിച്ച് കുർബാനയ്ക്ക് വരും. അതുപോലെ തന്നെ അവർ ഒരുമിച്ച് കുമ്പസാരിക്കാനും വരും. അപ്പോൾ ഇവർ ഫോളോ ചെയ്യുന്ന കാര്യം അച്ഛനെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്ന് അച്ഛൻ പറയാറുണ്ട്. ആദ്യം കുമ്പസാരിക്കാനായി മുട്ടുകുത്തുന്നത് അപ്പനാണ്. സാധാരണ എങ്ങനെയാണ് വീടുകളിലൊക്കെ ചെയ്യാറ്? മക്കളെ ആദ്യം വിടും. ചിലപ്പോൾ അപ്പന്മാർ കുമ്പസാരിക്കാൻ തന്നെ വരണമെന്ന് നിർബന്ധമില്ല, എപ്പോഴെങ്കിലും വരാമെന്ന് പറയും. പക്ഷേ ഈ കുടുംബം, അച്ഛൻ പറയും, ആദ്യം അപ്പൻ, അത് കഴിഞ്ഞാൽ അമ്മ, അത് കഴിഞ്ഞാലാണ് മക്കൾ. അപ്പോൾ ഈ അപ്പനും അമ്മയും വലിയ മാതൃകയായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി എങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ശിഷ്യന്മാർക്ക് ഇത്രയും എളിമയും ശക്തിയൊക്കെ ലഭിച്ചത് ഈശോ ചെയ്ത കാര്യങ്ങൾ കണ്ട് അതുപോലെ തന്നെ പാലിക്കാനായിട്ട് പരിശ്രമിച്ചതുകൊണ്ടാണ്. അപ്പോൾ കർത്താവിൻ്റെ ഈ ശൈലി, സ്വയം വിശുദ്ധീകരിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാതൃക കൊടുക്കാനായി സ്വയം ശൂന്യവൽക്കരിക്കുന്ന ആ ഒരു പദ്ധതി, പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ, കർത്താവിൻ്റെ മാതൃക പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊരു ഇടവകയിൽ ആലോചിക്കാറുണ്ട്. എപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം, ആ ഇടവക ഏതാണെന്ന് പറയില്ല, ആ ഇടവകയിൽ അപ്പനും അമ്മയും മക്കളും കൂടി പള്ളിയിലേക്ക് വരും. പക്ഷേ അപ്പൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ പള്ളിയിലേക്ക് കയറ്റിവിട്ട്, ഭാര്യയും പള്ളിയിൽ കയറ്റിവിട്ട്, അയാൾ നേരെ അടുത്തൊരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, ആ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി മസാല ദോശ കഴിച്ച് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെല്ലാവരും ഒരുമിച്ച് കൂട്ടി ചായയൊക്കെ കുടിച്ച് വീട്ടുവിശേഷമൊക്കെ പറഞ്ഞ് അയാൾ തിരിച്ചു വരും. അയാൾ തിരിച്ചു വന്ന് ഭാര്യയും മക്കളെയും ഒക്കെ കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ വളർന്നു വരുന്ന ഒരു മകൻ അല്ലെങ്കിൽ മകൾ എന്താണ് വിചാരിക്കുക? മസാല ദോശയാണോ വലുത്, അതോ ജീവൻ്റെ അപ്പമായ ക്രിസ്തുവാണ് വലുത്? എൻ്റെ അപ്പൻ മസാല ദോശ വലുതായി കണ്ട ആളാണ്. വലിപ്പത്തിൽ ശരിയാണ്, മസാല ദോശയാണ് വലുത്. എങ്കിലും സഹോദരങ്ങളെ, അപ്പൻ കൊടുത്ത മാതൃക അവൻ വലുതാവുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. എങ്കിലും അപ്പൻ്റെ മാതൃക ദുർമാതൃകയായിട്ട് അവൻ്റെ മുമ്പിൽ നിൽക്കും. ആദ്യത്തെ കാര്യം കർത്താവ് പഠിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയ ഒരു മാതൃക നൽകിയിരിക്കുന്നു, അതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഒരു വീട് എനിക്കറിയാം, ആ വീട്ടിൽ 7 മണി കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ആരും ഉപയോഗിക്കാൻ പാടില്ല. അതൊരു നെഗറ്റീവായിട്ട് പിള്ളേരൊന്നും വളരരുത്, ഇതൊന്നും ഉപയോഗിക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല. 7 മണി വരെ അവർക്ക് ഉപയോഗിക്കാം. 7 മണി കഴിഞ്ഞാൽ പ്രാർത്ഥന, ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ സമയമാണ്, ഒരുമിച്ചുള്ള ഭക്ഷണത്തിൻ്റെ സമയമാണ്, ഒരുമിച്ച് വിശേഷങ്ങൾ പറയാനുള്ള സമയമാണ്. ഫോണിൽ ഓരോരുത്തരും പലരും പല റൂമിലും പല സ്ഥലങ്ങളിലും പോയിരിക്കാനായിട്ടുള്ള സമയം അല്ല. കർത്താവിൻ്റെ മാതൃക സഹോദരങ്ങളെ, ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നു. അവരുടെ മകൻ ഈ മൊബൈൽ ഫോണിന് വളരെ അഡിക്റ്റായിട്ടുള്ള ഒരു മകൻ. ഞാൻ അഡിക്ഷൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അച്ഛനാണ്. അവന് മുഴുവൻ സമയം മൊബൈൽ ഫോൺ അഡിക്റ്റ്. ഞാൻ അമ്മയോട് ചോദിക്കും, അമ്മ 7 മണി കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? അമ്മ പല സീരിയലുകളുണ്ട്, ആ സീരിയലുകൾ കാണും. ഓക്കെ, അമ്മയ്ക്ക് ഒരു മാതൃക കൊടുക്കാനായിട്ട് ഇല്ല മുമ്പിൽ. കാരണം അമ്മ സീരിയൽ അത് പൊട്ടയാണെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് കർത്താവിൻ്റെ ഹിതം അനുസരിച്ച്, കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, എന്ത് മാതൃകയാണോ നമ്മൾ കൊടുക്കേണ്ടത്, എന്ത് വിശുദ്ധീകരണമാണോ നമ്മൾ വരുത്തേണ്ടത്, അത് വരുത്തിയതിന് ശേഷമേ നമുക്ക് നമ്മുടെ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ മക്കൾ ഇൻഫ്ലുവൻസ്ഡ് ആവില്ല, കർത്താവിൻ്റെ ഹിതത്തിലേക്ക് തിരിയില്ല, കർത്താവിൻ്റെ ഉപദേശത്തിലേക്കും ശിക്ഷണത്തിലേക്കും ആ മക്കൾ തിരിയില്ല. രണ്ടാമതായിട്ടുള്ളൊരു കാര്യം സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഒരു ശൈലിയുണ്ട്. കർത്താവ് ഒരു പ്രത്യേക ശൈലി ഉപയോഗിച്ചിട്ടാണ് ശിഷ്യന്മാരോടും ജനങ്ങളോടൊക്കെ സംസാരിച്ചത്. 2 പ്രത്യേകതകൾ ആ ശൈലിക്കുണ്ട്. ഒന്ന്, അത് ആധികാരികവും, 2 അത് ഊഷ്മളവുമാണ്. ആ ഒരു ശൈലി നമ്മൾ സ്വീകരിക്കണം. ആധികാരികമായ ശൈലി മാതാപിതാക്കൾ സ്വീകരിക്കണം, ഒപ്പം ഊഷ്മളമാകണം. ക്രിസ്തുവിൻ്റെ വചനം കഴിഞ്ഞപ്പോൾ അത് കേട്ട ആളുകൾ പറഞ്ഞു, ഇവൻ ഫരിസേയരെ പോലെയോ നിയമജ്ഞരെ പോലെയോ അല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിക്കുന്നത്. ഒരു അധികാരത്തിൻ്റെ അത് നമ്മൾ ദേഷ്യം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ വരുത്തുന്നതല്ല, മറിച്ച് അതൊരു മോറൽ അതോറിറ്റിയാണ്, ഒരു ധാർമ്മികമായ ഒരു അധികാരമാണ്. ശാരീരികമായിട്ടുള്ളൊരു അധികാരം അല്ല. രാജാക്കന്മാരുടെ പോലെയോ മന്ത്രിമാരുടെ പോലെയോ ഉള്ള അധികാരങ്ങളൊന്നുമല്ല. ക്രിസ്തുവിന് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഫരിസേയൻ്റെ നിയമത്തിൻ്റെ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ക്രിസ്തുവിനൊരു അധികാരം ഉള്ളതായിട്ട് വചനം പറയുന്നു. അവൻ അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിച്ചത്. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, മാതാപിതാക്കളും മക്കളും ഒക്കെ ഫ്രണ്ട്സ്. തീർച്ചയായിട്ടും ഒരു മകന് 100 ഫ്രണ്ട്സ് ഉണ്ടാവും. അതിലൊരു ഫ്രണ്ട് അപ്പനായിട്ട് കാര്യമില്ല. അപ്പൻ 101ാമത്തെ ഫ്രണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 1ാമത്തെ ഫ്രണ്ട് അപ്പനാവും. പിന്നെ 99 ഫ്രണ്ട്സ് വേറെ ഉണ്ട്. ഫ്രണ്ട്സ് എത്ര വേണമെങ്കിലും ഒരാൾക്കാകാം, എന്നാൽ ഒരു മകൻ ഒരു അപ്പനാ ഉണ്ടാവുള്ളൂ. അപ്പൻ്റെ സ്ഥാനത്ത് തന്നെ ഇരിക്കണം. അപ്പന് സുഹൃത്താകാം, പക്ഷേ അപ്പൻ സുഹൃത്തായിരിക്കണം. അല്ലാതെ വെറും സുഹൃത്തായതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല. കർത്താവിൻ്റെ ശൈലി നോക്കുക. കർത്താവിൻ്റെ ശൈലി അതാ, നിങ്ങളുടെ ഗുരുവാണ് ഞാൻ, നിങ്ങളുടെ കർത്താവാണ് ഞാൻ. കർത്താവ് അതിൽ വെള്ളം ചേർക്കുന്നില്ല. നിൻ്റെ സുഹൃത്താണ് ഞാൻ, സ്നേഹിതനാണ് ഞാൻ, അതും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് ഗുരുവും കർത്താവും എന്നുള്ള ആ ഒരു കാര്യത്തിൽ കർത്താവ് വെള്ളം ചേർത്തിട്ടില്ല എന്ന് പറയുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, മാതാപിതാക്കൾ അവരുടെ അധികാരം, ധാർമ്മികമായ അധികാരം, മക്കളെ മേൽ അടിക്കാനോ ശിക്ഷിക്കാനോ ചീത്ത പറയാനോ ഉള്ള അധികാരമല്ല, ധാർമ്മികമായിട്ടുള്ള അധികാരം അത് വളർത്തിയെടുക്കുകയും മക്കളുടെ അടുത്ത് ക്ലിയറായിട്ട് പറയുകയും ചെയ്യണം. ഞാൻ
ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പള് മാതാപിതാക്കളോട് ഉപദേശം കൊടുക്കുമ്പോൾ അദ്ദേഹം പറയും, അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റാണ്, ഡോക്ടർ പ്രവീൺ ലാൽ. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മാതാപിതാക്കളെ നിങ്ങൾ മക്കളാവരുത്, നിങ്ങൾ മാതാപിതാക്കളാണ്, നിങ്ങളുടെ മക്കളാണ് ഇവർ. ഡോക്ടറാവാൻ പഠിക്കുന്നു എന്ന കാരണം കൊണ്ട് നിങ്ങളെക്കാൾ മുകളിലാണ് അവരെന്ന് നിങ്ങൾ വിചാരിച്ചേക്കരുത്. അയ്യോ ഞാൻ എൻ്റെ മകൻ ഡോക്ടറാവുമല്ലോ. ഞങ്ങൾ അച്ഛന്മാരാവാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ റെക്ടറച്ഛന്മാർ എപ്പോഴും പറയാറുണ്ട് മാതാപിതാക്കളുടെ അടുത്ത്, മാതാപിതാക്കളെ ഇവർ അച്ഛന്മാരായി കഴിഞ്ഞാലും അച്ഛന്മാരാവാൻ പഠിക്കാൻ വന്നാലും നിങ്ങൾ പറയേണ്ട ശാസനയും കാര്യങ്ങളൊക്കെ പറയണം. മാതാപിതാക്കൾ എപ്പോഴും സഹോദരങ്ങളെ മാതാപിതാക്കളാണ്. ഒരു അധികാരം അവർക്കുണ്ട്, അത് ഉപയോഗിക്കണം. അധികാരം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുക, ശാസിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ക്ലിയറായിട്ട് എന്താണ് ഒരു അപ്പൻ അമ്മ ആ മകനിൽ നിന്ന് മകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. മോനെ 7 മണി കഴിഞ്ഞാൽ നീ പുറത്തു പോയി കളിക്കുന്നത് അപ്പന് ഇഷ്ടമല്ല, നീ 7 മണിക്ക് മുമ്പ് വീട്ടിലുണ്ടാകണം. എന്തിനാ അച്ഛൻ 7 മണി എന്ന് പറയണമെന്നറിയാമോ പ്രിയമുള്ള സഹോദരൻ? ഇപ്പോൾ 7 മണിക്ക് ശേഷമാണ് പിള്ളേരെല്ലാവരും ഒരുമിച്ച് കൂടി പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതും പല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും. 7 മണി 10 മണിക്ക് ശേഷമാണ് ചില കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ. ഇതൊക്കെ അനുവദിക്കാവും. ക്ലിയറായിട്ട് നമ്മുടെ പ്രതീക്ഷ എന്താണെന്ന് ചെറുപ്പം മുതലേ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ അതൊന്നും പറയാനോ പഠിപ്പിക്കാനോ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് ആദ്യമേ തന്നെ മക്കളെ ആ ഒരു ശൈലിയിൽ, ഒരു ചിട്ടയിൽ വളർത്താനായിട്ട് കർത്താവ് അങ്ങനെയാണ് ശിഷ്യന്മാരെ ചെയ്തത്. ഓരോ കാര്യങ്ങളും കർത്താവ് ചെയ്യുന്നതിൽ അതേസമയം തന്നെ ആധികാരികവും ഊഷ്മളവുമായിരിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിതൻ എന്ന് വിളിച്ചു. അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഊഷ്മളത അവർക്കുണ്ട്. ഈശോ ശിഷ്യന്മാരെ ആദ്യം കണ്ടപ്പോൾ, ഉയർത്തെഴുന്നേറ്റിട്ട് അവരെ കണ്ടപ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഭയങ്കര അവർ ഈശോനെ ഉപേക്ഷിച്ച് പോയവരാണ്. എന്നാൽ ഈശോ അവരുടെ അടുത്ത് പോയിട്ട് പറയുന്നത് ഭയങ്കര ഒരു ഊഷ്മളത ഈശോയുടെ ബന്ധത്തിലില്ലേ? ആ ഒരു ഊഷ്മളതയും ഉണ്ടാകണം. ആധികാരികമായിരിക്കണം, അതേസമയം ഊഷ്മളവുമായിരിക്കണം. ഈശോയുടെ ശിഷ്യന്മാരുടെ അടുത്ത് ഈശോ പറഞ്ഞ്, ദേ ഇരുട്ടാവാറായി, ഇവരൊക്കെ വിട്ടേക്കാം, ഇവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ. ഈശോയുടെ ചിന്ത, അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, ഒരു ഊഷ്മളതയുണ്ട്. ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പിടിച്ച മത്സ്യം വലുതുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. അങ്ങനെ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്ന് ഈശോ പ്രാതലൊരുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊരു ഊഷ്മളതയാണ് ഈശോയുടെ ബന്ധം എന്ന് ആലോചിച്ച് നോക്കുക. മാതാപിതാക്കളുടെ ഈ ബന്ധത്തിൽ, കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈശോയുടെ ഈ ശൈലി, ആധികാരികവും ഊഷ്മളവുമായ ഒരു ശൈലി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലും അതുപോലെ തന്നെ അധികാരസ്ഥാനത്തുള്ളവരും ധാരാളമായിട്ട് പരിശീലിക്കുകയും ആ ശൈലി വളർത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. ക്ലിയറായിട്ട് ഡിമാൻഡ് ചെയ്യണം, ഡിമാൻഡിങ് ആവണം. ഒപ്പം തോളത്ത് കൈയിട്ട് മോനെ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടണ്ട എന്ന് പറയാനായിട്ട് സാധിക്കണം. മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈശോ എപ്പോഴും പിതാവിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഈശോയുടെ ശിഷ്യന്മാർ പലപ്പോഴും ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, പിതാവിൻ്റെ പക്കലേക്കുള്ള വഴി ഏതാ? തോമസ് ലീഹ ചോദിച്ചില്ലേ, നീ എവിടേക്ക് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? പിതാവിനെ പറ്റി ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക. ഈശോ എപ്പോഴും പിതാവിനെ പറ്റി അവരുടെ അടുത്ത് സംസാരിക്കുമായിരുന്നു. മൂന്നാമതായിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വീട് ശരിക്കും കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളരാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നോർമലായിട്ടുള്ള സംസാരമായിരിക്കണം ദൈവത്തെ പറ്റിയുള്ള സംസാരം. നമ്മൾ ദൈവത്തെ പറ്റി സംസാരിക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മൾ ദൈവത്തെ പറ്റി സംസാരിക്കണം. ഈവൻ പള്ളിയിൽ പോയാൽ പോലും ഞാൻ ചിലപ്പം ആലോചിക്കാറുണ്ട്, പ്രതിനിധി യോഗങ്ങൾ, പൊതുയോഗങ്ങൾ ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം സംസാരിക്കാനായിട്ടൊന്നും അധികം മുന്നോട്ട് വരാറില്ല. നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം എന്നങ്ങനെ പൊതുയോഗത്തിൽ വെച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്കിപ്പോൾ സംസാരിക്കേണ്ട. ഇപ്പോൾ നമുക്ക് പള്ളി എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് സംസാരിക്കണം എന്ന് പറയത്തക്ക വിധത്തിലാണ് ആളുകളെല്ലാവരും. അപ്പോൾ എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ അതുണ്ടാകുക? പള്ളിയിൽ വരെ കർത്താവിൻ്റെ ഇഷ്ടം, കുർബാനയ്ക്കും കുർബാനയുടെ പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ധ്യാനത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ, പള്ളിയിൽ എപ്പോഴാണ് ആളുകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കുകയും ചോദിക്കുകയും അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അബ്നോർമലാവും. നോർമലാകുന്നില്ല അങ്ങനത്തെ സംസാരം. ദൈവത്തെ പറ്റിയുള്ള സംസാരം പ്രിയമുള്ള സഹോദരങ്ങളെ
നോർമലാണ്. ഒരു വീട്ടിൽ ദൈവത്തെപ്പറ്റി എല്ലാ ദിവസവും സംസാരിക്കണം. ദൈവത്തെപ്പറ്റി സംസാരിക്കാതിരിക്കുന്ന കാര്യമാണ് അബ്നോർമലാവുന്നത്. അപ്പോൾ ഒരു കുടുംബം ഭയങ്കര അഭിഷേകത്തിൽ വളരണം എങ്കിൽ ആ കുടുംബത്തിൽ സംസാരം ക്രിസ്തുവിനെ പറ്റി, സഭയെപ്പറ്റി, ഇടവകയെപ്പറ്റി, വികാരിച്ചിനെ പറ്റി, വികാരിച്ചിൻ്റെ പ്രസംഗം പറഞ്ഞതിനെ പറ്റി, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ സംസാരം. എനിക്കൊരു കുടുംബത്തെ അറിയാം. വീട്ടിലെ അപ്പനും അമ്മയും 3 മക്കളും ഉണ്ട്. അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും സഹോദരങ്ങളെ സഭയെപ്പറ്റി അവർ സംസാരിക്കും, ക്രിസ്തുവിനെ പറ്റി അവർ സംസാരിക്കും. അവർ നോർമലാണ്. എല്ലാ ദിവസവും ഒരു പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് 2 മിനിറ്റ് വികാരിച്ചിന് എന്തിനെങ്കിലും പറ്റി പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലും ആ 2 മിനിറ്റ് സമയം അവർ അച്ഛൻ എന്താ പറഞ്ഞതെന്ന് എല്ലാവരും ഡിസ്കസ് ചെയ്യും, വചനത്തെപ്പറ്റി സംസാരിക്കും. അത് അവരുടെ വീട്ടിലെ നോർമലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ മക്കൾ 3 മക്കളും 2 ആൺകുട്ടി 1 പെൺകുട്ടിയാണ്. 3 പേരും കർത്താവിന് സമർപ്പിക്കപ്പെട്ട വിളി പോലെ അത്രയും കോളേജിലും +2ലും +1ലൊക്കെ പഠിക്കുന്നത്. പക്ഷേ ആ മക്കൾ പള്ളിയിൽ ഓർഗൻ വായിക്കാനും വയലിൻ വായിക്കാനും പാട്ട് പാടാനും എല്ലാറ്റിനും, അതുമാത്രമല്ല കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണെങ്കിലും കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് മുന്നോട്ട് വരാൻ ആ മാതാവും പിതാവും ചെയ്ത കാര്യം എന്നാ ഒറ്റ കാര്യം അവർ ചെയ്തുള്ളൂ. അവർ ചെയ്തൊരൊറ്റ കാര്യം ഇതാണ്, കർത്താവിനെ പറ്റി ഉള്ള സംസാരം അവരുടെ വീട്ടിൽ നോർമലാക്കി, ഒരു പതിവാക്കി മാറ്റി. ഈശോയെപ്പറ്റി വചനത്തെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത്. നമുക്ക് അതിനു വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കാം. പലപ്പോഴും അത് അബ്നോർമലായിട്ട് മാറുമ്പോൾ ഈശോയെപ്പറ്റി എങ്ങാനും സംസാരിച്ചാൽ, ഉപവാസത്തെപ്പറ്റി സംസാരിച്ചാൽ, എന്നാൽ ഒരിക്കൽ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛോ വീട്ടിൽ കുർബാനയ്ക്ക് വരുന്നതിന് മുമ്പ് എല്ലാവരും ചിക്കനും സാധനങ്ങളൊക്കെ അടിച്ചിട്ടാണ് അച്ഛ കുർബാനയ്ക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു വിഷമം. ഞങ്ങളത് പറഞ്ഞു, വീട്ടിൽ അതിനെപ്പറ്റി ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും നീ മിണ്ടാണ്ടിരിക്കണം, നീ ഈ ലോകത്തൊന്നല്ല ജീവിക്കണത്, ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. കുർബാനയ്ക്ക് ഒരുങ്ങുന്നത്, കുർബാനയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ചിക്കനും ബീഫും എല്ലാം അടിച്ച് കയറ്റി വയറ് ഫുൾ ടാങ്ക് ആക്കിയിട്ട് കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ, കുർബാനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ അവൻ്റെ ശ്രദ്ധ പല വശത്തേക്കും പലതരത്തിലേക്കും പോവും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഉപവാസം 1 മണിക്കൂർ മുമ്പെങ്കിലും കുർബാനയ്ക്ക് മുമ്പ് ഉപവസിക്കണം. ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഏതോ അബ്നോർമലായിട്ടുള്ളൊരു കാര്യം പറഞ്ഞ പോലെ, അന്യഗ്രഹ ജീവിനെ പോലെ അവനെല്ലാവരും തള്ളിക്കളഞ്ഞു. നോർമലാകുന്നില്ല ദൈവത്തെ പറ്റിയുള്ള, സഭയെ പറ്റിയുള്ള, കർത്താവിൻ്റെ ഇഷ്ടങ്ങളെ പറ്റിയുള്ള സംസാരങ്ങൾ നോർമലാകട്ടെ നമ്മുടെ കുടുംബത്തിൽ. 4-മതായി പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഒരു ആഗ്രഹമാണ് കൂട്ടായ്മ. കർത്താവ് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ദൈവം, കൂട്ടായ്മയാണ് ദൈവം. അപ്പോൾ ഈ കൂട്ടായ്മ അപ്പൻ അമ്മ മക്കൾ മാത്രം പോരാ. ഈ മക്കളെ, അല്ലെങ്കിൽ നമ്മൾ വളരെ അഭിഷേകം കൊടുത്ത് വളർത്താൻ ആഗ്രഹിക്കുന്ന മക്കളെ ക്രിസ്തീയ സമൂഹത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മൾ കുട്ടികളെ ഇങ്ങനെ ഉള്ളിലിട്ടാൻ പാടില്ല. അപ്പോൾ ഈശോയുടെ പദ്ധതി എന്നാ? ഈശോ പറഞ്ഞു ഇങ്ങനെ, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ, പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈശോയുടെ ഒരു പദ്ധതിയാണ് ഒന്നാകുക എന്നുള്ളൊരു പദ്ധതി. എനിക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പങ്കുവെച്ചതാണ്. കാനഡയിൽ മാർപ്പാപ്പ ജോൺ പ്രണമ മാർപ്പാപ്പ യുവജന സംഗമത്തിനായി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കുറച്ച് പേര് യുവജനങ്ങൾ കാനഡയിൽ പോയി. അവർ ആ അനുഭവം എന്നോട് പങ്കുവയ്ക്കുകയായിരുന്നു. സഭ എത്ര വലുതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സഭ ഇത്രയും പവർഫുള്ളാണ്. ഇത്രയും യുവജനങ്ങൾ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലായി. അത് തന്നെ അച്ചോ ഞങ്ങൾക്ക് ഭയങ്കര ഒരു കരുത്ത് പറഞ്ഞു. അതിനുശേഷം പരിശുദ്ധ പിതാവ് സ്റ്റേജിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ പിതാവ് ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെല്ലാവരും കരഞ്ഞുപോയി അച്ചോ. അത്രയും അഭിഷേകമായിരുന്നു. ക്രിസ്തീയ കൂട്ടായ്മയിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോകണം, ക്രിസ്തീയ കൂട്ടായ്മയുടെ മനോഹാരിതയിലേക്ക്. ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ എറണാകുളം ഭാഗത്ത് അബൈഡ് എന്ന് പറഞ്ഞൊരു ധ്യാനത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനമാണ്. വളരെ പവർഫുള്ളായിട്ട് കേരളത്തിൽ ശക്തമായി യുവജന ശുശ്രൂഷ ധ്യാനം നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ യുവജനങ്ങളെ, മക്കളെ അങ്ങനെയുള്ള യുവജന സംഗമങ്ങളിലേക്ക്, ക്രിസ്തീയ യുവജന സംഗമങ്ങളിലേക്ക്, ക്രിസ്തീയ യുവജന ധ്യാനങ്ങളിലേക്ക്, ക്രിസ്തീയ യുവജന ജീസസ് യൂത്തോ അല്ലെങ്കിൽ KCYMO അങ്ങനെയുള്ള യുവജന സംഘടന ശക്തമായി പ്രവർത്തിക്കുന്ന, ഈശോയുടെ നാമത്തിൽ പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ മക്കളെ കൊണ്ടുപോകാനായിട്ട്
മടി കാണിക്കരുത്. അത് ഈശോയുടെ ഒരു പദ്ധതിയാണ്. ഈശോ എപ്പോഴും ശിഷ്യന്മാരെ ഈശോ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഈശോ ശിഷ്യന്മാരെയും കൊണ്ട് ഓരോ ഭവനങ്ങളിലേക്ക് പോകുമ്പോഴും കൂട്ടായ്മയിലേക്ക് പോകുമ്പോഴും ഒക്കെ ഈശോ ഇത് ആഗ്രഹിച്ചിരുന്നു. ഈശോയുടെ വലിയൊരു പദ്ധതിയായിരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കൂട്ടായ്മയിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അഞ്ചാമതായി പ്രിയമുള്ള സഹോദരൻ, കർത്താവിൻ്റെ വലിയൊരു പദ്ധതിയാണ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു പദ്ധതി. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ശിഷ്യന്മാർ ഉറങ്ങി ഗത്സമൻ തോട്ടത്തിൽ സമയം ചെലവഴിച്ചപ്പോഴും ഉറങ്ങാതെ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചവനാണ് ഈശോ. ശിഷ്യന്മാരുടെ അടുത്ത് ഈശോ അത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളെ സാത്താൻ ഗോതമ്പ് മണി പോലെ പാറ്റാൻ ഉദ്യമിച്ചു. നമ്മുടെയൊക്കെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുമക്കളെ ഒക്കെ ഈ ഒരു സംഗതി സാത്താൻ ഗോതമ്പ് മണി പോലെ പാറ്റാൻ ഉദ്യമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. സ്കൂളുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഈ ഒരു സംഗതി പ്രിയമുള്ള സഹോദരങ്ങളെ, ശക്തമായ പ്രാർത്ഥന, അത്ഭുതകരമായ പ്രാർത്ഥന. എനിക്ക് ഒരു സഹോദരൻ വേറൊരു വിദേശ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ മകള് വിവാഹം കഴിക്കാതെ തോന്നിയ സമയത്ത് വീട്ടിലേക്ക്, നല്ല പഠിപ്പുള്ള മകളാണ്, തോന്നിയ സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്നു, തോന്നിയ സമയത്ത് ഇറങ്ങി പോകുന്നു. അയാൾ തകർന്നു പോയി. എന്താ ചെയ്യുക? പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി, പല ധ്യാന മേഖലകളിലേക്ക് കൊണ്ടുപോയി, ഒരു മാറ്റവും കാണുന്നില്ല. അവസാനം ഈ അപ്പൻ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാസം കഴിഞ്ഞു, വർഷം കഴിഞ്ഞു. സഹോദരങ്ങളെ, അത്ഭുതകരമായി കർത്താവ് ആ ജീവിതത്തിൽ ഇടപെട്ടു. ആ മകളിന്ന് വിവാഹം കഴിച്ചു, മക്കളായി, കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. നമുക്ക് ചിലപ്പോൾ നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ നേരിട്ട് പറഞ്ഞ് സ്വാധീനിക്കാൻ കഴിയാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ തകർന്നു പോവില്ലേ? നമുക്ക് എത്ര പറഞ്ഞിട്ടും രക്ഷയില്ല, എന്തു പറഞ്ഞിട്ടും ഒരു ഉത്തരവില്ല, നമ്മൾ ആകെ വിഷമിച്ചു പോകും. അങ്ങനെയുള്ള സമയങ്ങളിൽ കർത്താവ് ഉപയോഗിച്ച ആ പദ്ധതി, പ്രാർത്ഥിക്കുന്ന പദ്ധതി, സാത്താൻ ഗോതമ്പ് മണി പോലെ പാറ്റാൻ ഉദ്യമിച്ചത് തകർത്ത് കളഞ്ഞ കർത്താവിൻ്റെ പദ്ധതി, ഒരു പക്ഷേ ചെറിയ വീഴ്ചകളിൽ അവർ പെട്ടേക്കാം, എങ്കിലും വലിയ വീഴ്ചകളിൽ പെടാതെ തിരിച്ചു വരാൻ, ഞാൻ വിചാരിക്കുന്നു പത്രോസൊക്കെ തിരിച്ചു വരാൻ കാരണം കർത്താവ് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. ശിഷ്യന്മാർ ഓടിപ്പോയവരെല്ലാം തിരിച്ചു വരാൻ കാരണം കർത്താവ് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവായ ദൈവം അവരുടെ മേൽ ഇറങ്ങി വന്ന് അഭിഷേകം ചെയ്ത് അവരെ ശക്തിയുള്ളവരാക്കി മാറ്റിയത്, അതിൻ്റെ കാരണം കർത്താവ് മുൻപേ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം മുഴുവൻ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി രാവിലെ നേരത്തെ എഴുന്നേറ്റ് മുട്ടുകുത്തി കൈവിരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? എൻ്റെ അമ്മ, ഞാൻ ആലോചിക്കുന്ന ഏറ്റവും വലിയ ഒരു മാതൃകയുള്ള എൻ്റെ സാന്നിധ്യം അമ്മയാണ്. അമ്മ പലപ്പോഴും രാവിലെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല ദിവസങ്ങളിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായും പ്രിയമുള്ള മക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മോശ ഉയർത്തിയപ്പോൾ സൂര്യൻ നിന്നതുപോലെ കർത്താവിൻ്റെ അഭിഷേകം വെളിവാക്കപ്പെടും അവരുടെ ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, ഈ 4-5 കാര്യങ്ങൾ നമുക്കെല്ലാം ചിലപ്പോൾ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും മക്കളെല്ലാം വളരെ ക്ലിയറായി കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളരും എന്നല്ല, മറിച്ച് കർത്താവിൻ്റെ ഉപദേശത്തിലും ശിക്ഷണത്തിലും മക്കളെ വളർത്താൻ ഈ പദ്ധതികൾ നമ്മെ സഹായിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. എന്നിട്ടും മക്കൾ വഴിതിരിഞ്ഞ് പോവുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവർ വഴിതിരിഞ്ഞ് പോവുകയാണെങ്കിൽ, പ്രിയമുള്ള സഹോദര, പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ അവസാനത്തെ അഭയം. വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ഏറ്റവും വലിയ അഭയം. അതിലേക്ക് നമുക്ക് കണ്ണുകൾ തിരിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മളെ വളർത്താൻ ഏൽപ്പിക്കപ്പെട്ടവരുടെ, കാറ്റഗിസം കുട്ടികളുടെ, നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ, കുഞ്ഞുമക്കളുടെ ഒക്കെ ഭാവിയെ, അവരുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് കൊടുക്കാം. പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കാം. അമ്മ ഈശോയെ വളർത്തിയതുപോലെ, ശിഷ്യന്മാരെ വളർത്തിയതുപോലെ, ശിഷ്യന്മാരോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് ഈ സമയം
വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. മക്കളെ വളർത്തുന്നതിന് ശക്തമായ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് തരണമേ. മടുത്തു പോകാതിരിക്കാൻ, മക്കളിൽ കോപം ഉളവാക്കാതിരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും ഔസേപ്പിതാവിൻ്റെയും പ്രത്യേക മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.